തുളുനാട്ടിലും വടക്കൻ കേരളത്തിലും നിലവിലുള്ള ദൈവാരാധനാ സമ്പ്രദായമാണ് തെയ്യങ്ങൾ. തുളുനാട്ടിൽ ഇവയെ ഭൂതാരാധന എന്നും വിളിക്കുന്നു. പ്രാചീനകാല സമൂഹത്തിൻ്റെ ജീവിതമാണ് തെയ്യങ്ങളിൽ പ്രതിഫലിച്ചു കാണുന്നത്. കാവുകളിലും തറവാടുകളിലും തെയ്യം കെട്ടിയാടുന്നു. തെയ്യക്കാരൻ ദേവതാസ്ഥാനത്ത് ചെന്ന് അരിയും തിരിയും വെച്ച നാക്കില ഏറ്റുവാങ്ങുന്ന ചടങ്ങുണ്ട്. കൊടിയില തോറ്റം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അരിയും തിരിയും വെച്ച് കോലധാരികൾക്ക് അടയാളം കൊടുക്കും. തോറ്റംപാട്ടുകൾ തെയ്യങ്ങളുടെ അതിപ്രധാനമായ ചടങ്ങാണ്. സ്ത്രോത്രം എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് തോറ്റം എന്ന വാക്കുണ്ടായത് എന്ന് പറയപ്പെടുന്നു. ഇഷ്ടദേവതയെ വിളിച്ചുണർത്തുന്ന പാട്ടുകളാണ് വരവിളി. വാദ്യം, ഗീതം, നൃത്തം എന്നിവ ചേർന്ന സമോഹനമായ കലയാണ് തെയ്യം. മുഖത്തെഴുത്ത്, മെയ്യെഴുത്ത്, ചമയങ്ങൾ എന്നിവ അഭവമായ ഒരു ദൃശ്യഭംഗി തെയ്യത്തിന് നൽകുന്നുണ്ട്. അരിപ്പൊടിച്ചാന്ത്, ചുട്ടെടുത്ത നൂറ്, മഞ്ഞൾപ്പൊടി എന്നിവയാണ് മുഖത്തെഴുത്തിനായി ഉപയോഗിക്കുന്നത്. കുരുത്തോല, പൂക്കൾ തുടങ്ങിയവ കൊണ്ടാണ് തെയ്യങ്ങളെ അലങ്കരിക്കുക. മുരിക്ക്, കുമിഴ് തുടങ്ങിയ കനം കുറഞ്ഞ മരങ്ങൾ കൊണ്ടുണ്ടാക്കുന്നവയാണ് തെയ്യത്തിൻ്റെ മുടികൾ. തലച്ചമയങ്ങൾ, കൈച്ചമയങ്ങൾ, മുഖച്ചമയങ്ങൾ എന്നിങ്ങനെ പലതരം ചമയങ്ങളുണ്ട്. തലച്ചമയങ്ങളിൽ മുഖ്യം മുടികളാണ്. വലിയ മുടി, വട്ടമുടി, പീലിമുടി, തിരുമുടി, പൊന്മുടി, ചട്ടമുടി, കൊണ്ടൽമുടി, ഓലമുടി, ഇലമുടി എന്നിങ്ങനെ പലതരം മുടികളുണ്ട്.
അടിച്ചമർത്തപ്പെട്ടവൻ്റെയും അധസ്ഥിതൻ്റെയും ആത്മപ്രകാശനമാണ് തെയ്യങ്ങൾ. ഓരോ തെയ്യവും രൂപപ്പെട്ടു വരുന്നതിന് പിന്നിൽ ദേശകാല വ്യത്യാസങ്ങളുണ്ട്. ഏങ്കളെ കൊത്തിയാലും ചോരയല്ലേ ചൊവ്വറേ, നീങ്കളെ കൊത്തിയാലും ചോരയല്ലേ ചൊവ്വറേ എന്ന് ചോദിക്കുന്ന പൊട്ടൻ തെയ്യം ജാതീയത കൊടികുത്തി വാണുപോയ കാലത്തിൻ്റെ നേർക്കുയർന്ന ചോദ്യ ശരമാണ്. തെയ്യങ്ങളിൽ മൺമറഞ്ഞു പോയ വീരന്മാരുടെ വീരഗാഥകളും ചതിയിൽ ജീവിതം ഹോമിക്കപ്പെട്ട സാധു സ്ത്രീകളുടെയും ജീവിത കഥകളുണ്ട്. പോയ കാലത്തിന് വർത്തമാനകാലത്തോട് പറയാനുള്ള കഥകളാകെ തെയ്യങ്ങളായി വന്ന് വരവിളി വിളിച്ച് ഗുണം വരണം ഗുണം വരണം എന്ന് അനുഗ്രഹിച്ച് തുള്ളിയുറയുന്നു. തെയ്യാട്ട തട്ടകത്തിലെ ഓരോ തെയ്യക്കാരൻ്റെ ജീവിതവും വളരെ പ്രയാസങ്ങൾ നിറഞ്ഞതാണ്. ഒരു കലയെ തോറ്റിയുണർത്തുമ്പോഴും തൻ്റെ പ്രാരാബ്ധ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വഴിയും കൂടിയാണ് ഓരോ തെയ്യക്കാരനും ഓരോ തെയ്യാട്ടക്കാലവും. ഒരു ദിനം അനേകം സഞ്ചരിച്ചിട്ട് മറുകരയിൽ അസ്തമിച്ചിട്ടുണ്ട്. അതിന് മാറ്റം വന്നിട്ടോ അത് പ്രകാരം തന്നെ ഇന്നും നിങ്ങൾ ഇത് പ്രകാരം കൈയെടുക്കുന്നുണ്ടല്ലോ അല്ലേ? ഭക്തരുടെ സങ്കടങ്ങളും ആദികളും വ്യാധികളും അകറ്റാനുള്ള സാന്ത്വന വചനങ്ങൾ പറയുമ്പോഴും തൻ്റെ സങ്കടങ്ങൾ ഉള്ളിലൊതുക്കുകയാണ് ഓരോ തെയ്യക്കാരനും. കലയും ജീവിതവും ഒന്നിച്ചു കൊണ്ടുപോയി തനിക്കും ഒരു നല്ല കാലം വരും എന്ന ശുഭാപ്തി വിശ്വാസത്തിൽ ഓരോ തെയ്യാട്ടക്കാലവും കോലക്കാരന് തൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിന് വഴികാട്ടിയാണ്. ഗുണം വരണം എന്ന് ഭക്തരെ അനുഗ്രഹിച്ച് തനിക്കും അത്തരമൊരു കാലം ഉണ്ടാകും എന്ന ചിന്തയാണ് കോലക്കാരൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തെ നയിക്കുന്നത്.